കലാമണ്ഡലം റിട്ടയേർഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. ജനുവരി മുതൽ തുടങ്ങുന്ന അനിശ്ചിതകാല സമരത്തിന്റെ മുന്നോടിയായാണ് ബുധനാഴ്ച കലാമണ്ഡലത്തിന് മുന്നിൽ അവകാശ ദിനം നടത്തിയത്. നിരവധി തവണ അധികൃതരോട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും നടപ്പിലാക്കാത്തതിനെ തുടർന്നാണ് കലാമണ്ഡലം റിട്ടയേർഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ബുധനാഴ്ച കലാമണ്ഡലത്തിന്റെ മുൻപിൽ അവകാശ ദിനം ആചരിച്ചത്. തുടർന്ന് കലാമണ്ഡലം ഓഫീസിൽ ചെന്ന് വൈസ് ചാൻസലർക്ക് നിവേദനവും നൽകി. തിരിച്ച് പ്രകടനമായി വന്ന് കലാമണ്ഡലത്തിന്റെ മുൻപിൽ ധർണ നടത്തി. യൂണിയൻ പ്രസിഡന്റും കലാമണ്ഡലം റിട്ടയേർഡ് പ്രിൻസിപ്പലുമായ എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി പ്രൊഫസർ കലാമണ്ഡലം എസ് ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം പി വി ഈശ്വരനുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. കലാമണ്ഡലം എം കൃഷ്ണകുമാർ സ്വാഗതവും കലാമണ്ഡലം പി എൻ ഗിരിജ നന്ദിയും പറഞ്ഞു. UGC 6-7 ശമ്പള പരിഷ്കരണങ്ങളിലെ അനോമലി പരിഹരിച്ചു കിട്ടുന്നതിന് നിവേദനങ്ങൾ നൽകിയിരുന്നു. എന്നാൽ പ്രസ്തുത നിവേദനത്തിന്മേൽ സർക്കാരിൽ നിന്ന് നാളിതുവരെ അനുകൂല തീരുമാനമുണ്ടായിട്ടില്ല. CCTV ന്യൂസ് തളി. 70-90 വർഷത്തെ പാരമ്പര്യമുള്ള കലാമണ്ഡലത്തിന് മുമ്പിൽ വെള്ളത്തോട് സ്ഥാപിച്ച ഈ സ്ഥാപനത്തിലെ അച്ഛന്മാരുടെ പരിശ്രമത്തിലൂടെ നേടിയെടുത്ത വിശ്വോത്തരമായ സ്ഥാപനം നിരവധി കാലം ജോലി ചെയ്ത് അവർക്ക് അർഹപ്പെട്ട പെൻഷൻ, കമ്മ്യൂട്ടേഷൻ, TCRG തുടങ്ങിയ ലഭ്യമാവേണ്ട പരിഷ്കരണങ്ങൾ ലഭിക്കാതെ പോകുന്നത് കലയോടും സ്ഥാപനത്തോടും ജീവനക്കാരോടും കലാകാരന്മാരോടും ചെയ്യുന്ന അനീതിയാണ്. ഇത് കണ്ടില്ല നടിക്കുന്നത് ഭരണാധികാരികൾ മുഖം മറച്ചിരിക്കുന്ന പോലെയാണ്. തീർച്ചയായും ഇതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. നടപ്പിലാക്കി കഴിഞ്ഞു. ഞങ്ങൾക്ക് 2011 അനുവദിച്ച ഉത്തരവ് 2012 മാർച്ച് മുതലാണ്. ഇതുമൂലം 96 മുതൽ 2005 ഡിസംബർ വരെയുള്ള ശമ്പള സ്കെയിലിന്റെ അടിസ്ഥാനത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കേണ്ടി വന്ന ഹതഭാഗ്യരാണ് അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് 4 ജീവനക്കാരൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒരു ക്ലാസ് 4 ജീവനക്കാരന് ലഭിക്കുന്ന DCRGയും കമ്മ്യൂട്ടേഷൻ പോലും ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽ വിവിധ പ്രാവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയും ഇതിന് പരിഹാരം നേടുകയും എന്നാൽ സർക്കാർ ഞങ്ങളോട് അനങ്ങാപ്പാറ നയമാണ്. 6ാം ശമ്പള പ്രശ്നം തന്നെ